യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ നടത്തി പ്രതിപക്ഷത്തിനെ വിമർശിച്ച് ബജറ്റിൻ്റെ പവിത്രതയും ധനകാര്യ വകുപ്പ് മന്ത്രി നഷ്ടപ്പെടുത്തി. ഒരു ബജറ്റ് ഡോക്യുമെൻറ്റിൻ്റെ ഒരു സാങ്ക്ടിറ്റി ഉണ്ട്, ബജറ്റ് രേഖകളുടെ ഒരു പവിത്രത. ഇത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാഷ്ട്രീയ വിമർശനത്തിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻ്റാക്കി ഈ ബജറ്റ് ഡോക്യുമെൻറ്റിനെ അതിനെ തരം താഴ്ത്തി. ആദ്യം മുതൽ അവസാനം വരെ രാഷ്ട്രീയ വിമർശനമാണ്. പ്രതിപക്ഷത്തെ വിമർശിക്കാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണോ ബജറ്റ് ഡോക്യുമെൻ്റ്? വേറെ എന്തെല്ലാം അവസരങ്ങളുണ്ട്, സഭയിലും സഭയ്ക്ക് പുറത്തും പ്രതിപക്ഷത്തെ വിമർശിക്കാൻ ധാരാളം അവസരങ്ങളുണ്ട്. പക്ഷേ ഈ ബജറ്റ് ഡോക്യുമെൻ്റ് രാഷ്ട്രീയ വിമർശനങ്ങൾ നടത്തിയും രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ നടത്തിയും അതിൻ്റെ മുഴുവൻ പവിത്രതയും അത് ഇല്ലാതാക്കി എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഞാൻ പറഞ്ഞത്, ഗവൺമെൻറ് വലിയ പ്രഖ്യാപനങ്ങൾ ഈ പ്ലാൻ എക്സ്പെൻഡിച്ചറിൻ്റെ അലോക്കേഷനാണ് കൊടുത്തത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷം ഇപ്പോൾ നിലവിൽ പ്ലാൻ എക്സ്പെൻഡിച്ചറിൻ്റെ 55.24% ചിലവാക്കിയിട്ടുള്ളത്. അതായത് ഇനി ഏകദേശം ഈ സാമ്പത്തിക വർഷം തീരാൻ 1.5 വർഷം ബാക്കി നിൽക്കെ, 1.5 മാസം ബാക്കി നിൽക്കെ 55% മാത്രമാണ് പ്ലാൻ എക്സ്പെൻഡിച്ചർ, അതിൻ്റെ ചെലവ്. അപ്പോൾ ഈ പ്ലാൻ അലോക്കേഷൻ എന്ത് വിശ്വാസ്യതയാണുള്ളത്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇന്നും ലൈഫ് മിഷന്റെ പ്രഖ്യാപനം നടത്തി. ലൈഫ് മിഷൻ കഴിഞ്ഞ വർഷം 717 കോടി രൂപ ഇതുപോലെ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ട് കൊടുത്തത് അതിൻ്റെ 3.76%. അപ്പോൾ ടോട്ടൽ പ്ലാൻ എക്സ്പെൻഡിച്ചറിൻ്റെ 55% മാത്രമാണ് ഇപ്പോൾ ചെലവാക്കിയിരിക്കുന്നത്. മാത്രമല്ല, UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൊണ്ടുവന്ന വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെക്കുറിച്ചാണ് ബജറ്റിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിരിക്കുന്നത്. അന്നത് 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണ് എന്ന് പറഞ്ഞ അന്നത്തെ പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പരാമർശം ഇതിനകത്ത്. അതുപോലെ തന്നെ കൊച്ചി മെട്രോയെക്കുറിച്ചും വാട്ടർ മെട്രോയെക്കുറിച്ചും എല്ലാം സർക്കാർ അഭിമാനം കൊള്ളുകയാണ്. ഇതെല്ലാം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന പദ്ധതികളാണ്. യഥാർത്ഥത്തിൽ ഇത് കാർഷിക മേഖലയെ വളരെ നിരാശപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു ഇതാണ്. കാർഷിക മേഖല നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടമാണ്. നെല്ല്, റബ്ബർ, നാളികേരം, അടയ്ക്ക, സ്പൈസസ് എല്ലാ മേഖലയിലും പ്രതിസന്ധിയാണ്. 10 രൂപ റബ്ബർ വിലസ്ഥിരതാ ഫണ്ട് കൂട്ടിക്കൊണ്ട് റബ്ബർ കർഷകരെ അവഗണിക്കുകയും അവരെ പരിഹസിക്കുകയുമാണ് ധനകാര്യമന്ത്രി ചെയ്തത്. യഥാർത്ഥത്തിൽ LDFിൻ്റെ മാനിഫെസ്റ്റോയിലുള്ളത് 250 രൂപയാക്കി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ വർദ്ധിപ്പിക്കുന്നതാണ്. ഇപ്പം 3 വർഷമായി. ഈ 3 വർഷം കൊണ്ട് 10 രൂപയാണ് വർദ്ധിപ്പിച്ചത്. 10 രൂപ ആണ് മനസ്സിലാക്കേണ്ടത്. 10 രൂപയാണ് വർദ്ധിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ഈ 170 രൂപ തന്നെ IAS ആയി കിടക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ കൊടുത്തിട്ടില്ല. കഴിഞ്ഞ വർഷം 8.5 ലക്ഷം പേര് ഈ റബ്ബർ വിലസ്ഥിരതാ ഫണ്ടിന് വേണ്ടി അപേക്ഷ കൊടുത്തപ്പോൾ ഈ വർഷം 32,000 പേർക്ക് മാത്രമാണ് കൊടുക്കാൻ കഴിഞ്ഞത്. കാരണം വെബ്സൈറ്റ് ഓഫ് ചെയ്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ 10 രൂപ വർദ്ധിപ്പിച്ച് അവരെ പരിഹസിക്കുകയാണ്, റബ്ബർ കർഷകരെ പരിഹസിക്കുകയാണ് ഉണ്ടായത്.